ചാക്കോയാണ്. ചാക്കോ ആണ് അതിൻ്റെ കൂടെ ഇരുന്ന്, അവിടെ ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ല, കൂടെ ഇരുന്ന്. ചാക്കോന് അമ്മൂമ്മ വലിയ കുക്കാണ്. എൻ്റെ അമ്മൂമ്മ വലിയ അസാധ്യ കൈപുണ്യമാണ് അമ്മൂമ്മയ്ക്ക്. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ ഒരു സന്ധിയിൽ തന്നെത്താനെ ഉണ്ടാക്കില്ലെങ്കിൽ ഉണ്ടാക്കിക്കുക. മറ്റേ ചാക്കോ ആണ് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട്, ചാക്കോ ആണ് ഗിനിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ചാക്കോനെ കൊണ്ട് കഴിപ്പിക്കും. നല്ലതാണോ അല്ലയോ എന്നിട്ട് ചാക്കോന് വലിയ പിടിയൊന്നും ചാക്കോ ഇതെന്താന്ന് പറയണം. ഓ ഇത് ഏത്തപ്പഴം ഒന്നുമല്ല, ഏത്തപ്പഴം ഇത് പൈനാപ്പിളാണ്. അപ്പം അങ്ങനെ മിക്കവാറും ചാക്കോ തെറ്റിയാണ് പറയുന്നത്. അങ്ങനെ ചാക്കോ പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു അംഗം പോലെയായിട്ട് തന്നെയായിരുന്നു ചാക്കോ ഇരുന്നത്. പിന്നെ വളരെ വാർദ്ധക്യം വന്നിട്ടാണ് പിന്നെ കോട്ടയത്ത് പിന്നെ പോയി അവിടെ വെച്ചാണ് മരിക്കുക വെച്ചത്. പിന്നെ വേറൊന്ന് അന്നമ്മ ഡെഫിനറ്റ്ലി ശ്രീകൃഷ്ണൻ തന്നെ ആയിരിക്കണം. ശരിക്കും അന്നമ്മയെ കണ്ടിട്ടുള്ള വെള്ളച്ചട്ടയും വെള്ളം കൊണ്ടും ഈശ്വരയും അല്ലാതെ ഒരിക്കലും മറ്റോ സാരി കൊടുത്ത് കണ്ടിട്ടുണ്ടോ എന്ന് സംശയം. പക്ഷെ അന്നമ്മ അവിവാഹിതയായിരുന്നു. അന്നത്തെ കാലം, ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലത്ത് ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ എല്ലാ അമ്മയും അമ്മൂമ്മമാരും ഒക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുക, ആഹാരം തന്നെ നോക്കുക അവർ തന്നെയാണ്. അതിലൊന്നും വ്യത്യാസമില്ല. പക്ഷെ എന്നാലും ഇതുപോലെ ഒരു മേൽനോട്ടം ഒക്കെ വഹിക്കാനും ഞങ്ങളുടെ ഉൾക്കൊള്ളത് നോക്കാനും അതൊക്കെ അന്നമ്മയാണ്. അപ്പം ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു അംഗം പോലെയാണ് അന്നമ്മ വന്നിരുന്നത്. അന്നമ്മ എത്രയോ കാലം വരുന്നു. പിന്നെ അന്നമ്മ എങ്ങോട്ട് പോയി എനിക്ക് യോജിപ്പിക്കുകയില്ല. ഒരുപാട് കാലം നല്ല വെളുപ്പാണ്. അപ്പോൾ ഒരു പച്ചക്കല്ല് മാല ഇട്ടിട്ടുണ്ട്, അതിങ്ങനെ തിളങ്ങി കാണും. ആ മാല, ഞങ്ങൾക്ക് ആ മാല കാണുമ്പോൾ വലിയ അഡ്മറേഷനാണ് അന്നമ്മയുടെ മാല കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ രണ്ടുപേര് ശ്രീകൃഷ്ണൻസ് തന്നെയാണ് അവർ ഞങ്ങളുടെ ഫാമിലിയിൽ. വളരെ ഞങ്ങളുടെ കൊച്ചു മനസ്സുകളിലൊക്കെ അന്ന് വലിയൊരു സ്ഥാനം പിടിച്ച രണ്ടുപേരാണ് അവർ രണ്ടുപേരും. ഏതായാലും ഇവിടെ ഇന്ന് വരാൻ സാധിച്ചു. ഇത്രയും പേര് വെളിയിൽ നിൽക്കുന്നത് കാണുമ്പോഴാണ് ഒരു വിഷമം. എത്രയോ പേര് വെളിയിൽ ഇങ്ങനെ നിൽക്കുന്നു, അവർക്കൊക്കെ നല്ല ഉഷ്ണവും കാണും, അതൊരു കഷ്ടം. ഏതായാലും വളരെ സന്തോഷം നിങ്ങളെല്ലാവരും കാണാനായിട്ട് സാധിച്ചതും അല്പസമയം നിങ്ങളെല്ലാവരും കൂടെ ചെലവഴിക്കാൻ സാധിച്ചതൊക്കെ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ വലിയ തിരുമേനി എനിക്ക് പ്രായമൊക്കെ പേരുകൾ ടക്ക് ടക്ക് ടക്കെന്ന് മറന്നു. അതാണ് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ 3 പ്രാവശ്യം ഉരുവിട്ട് പഠിച്ചതാണ്. ഇവിടെ വന്നപ്പോൾ പിന്നെ വിളിച്ച് നോക്കിക്കഴിയോ പേര് മറക്കുന്ന ഒരു സ്വഭാവം. എൻ്റെ അമ്മ പണ്ട്, ഇത് ഇപ്പോഴല്ല പണ്ടേ ഉള്ളതാണ്. അമ്മ പറഞ്ഞിട്ടുണ്ട് പേര് പറഞ്ഞില്ലെങ്കിൽ സാരമില്ല, തെറ്റായ പേര് പറയും.